അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു പോരാട്ട ഭൂമിയായി ബംഗ്ലാദേശ് മാറുകയാണ്. ഇതിന് പിന്നിലുള്ളത് നിലവിൽ അമേരിക്ക ബംഗ്ലാദേശുമായി ഒപ്പിടാൻ പോകുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സങ്കീർണതകളും ഈ ഒരു വെല്ലുവിളികളും അവിടെ നിലനിൽക്കുന്നത്. ഇത് ഇന്ത്യക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തലുകൾ. എന്താണ് അമേരിക്ക ഇപ്പോൾ ബംഗ്ലാദേശുമായി ഒപ്പിടാൻ പോകുന്ന ആ ഒരു സങ്കീർണമായിട്ടുള്ള കരാറ്? ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒപ്പിടലിലേക്ക് അമേരിക്ക കടക്കുന്നത്? അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ ഒരു സൈനിക കരാർ, ഒന്നല്ല രണ്ട് കരാറുകൾ ഒപ്പിടാൻ തയ്യാറെടുക്കുകയാണ്. ആദ്യത്തെ കരാറിന്റെ പേര് ജനറൽ സെക്യൂരിറ്റി ആൻഡ് മിലിറ്ററി ഇൻഫർമേഷൻ എഗ്രിമെന്റ് എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ കരാർ. രണ്ടാമത്തെ കരാറ് അക്വിസിഷൻ ആൻഡ് ക്രോസ് സെർവിങ് എഗ്രിമെന്റ് എന്നുള്ളതാണ്. ഈ രണ്ട് കരാറുകളുടെ ഫലമായിട്ട് ബംഗ്ലാദേശിന്റെ തുറമുഖങ്ങളും ബംഗ്ലാദേശിന്റെ വിമാനത്താവളങ്ങളും അമേരിക്കൻ വ്യോമസേനയ്ക്കും അമേരിക്കൻ നാവികസേനയ്ക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് വരും ദിവസങ്ങളിൽ അമേരിക്കൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും സാന്നിധ്യം ബംഗ്ലാദേശിലുണ്ടാകും, അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള ടെറിട്ടോറിയൽ വാട്ടേഴ്സിലുണ്ടാകും. ഇത് വലിയൊരു പ്രതിസന്ധി ബംഗാൾ ഉൾക്കടലിൽ സൃഷ്ടിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യം ഇത് കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾ മെയിൻ്റനൻസിനും അതുപോലെ റീഫ്യൂവലിങ്ങിനും റീസപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിലെ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ളത് തീരുമ്പം മറ്റേതെങ്കിലും ഒരു രാജ്യത്തു നിന്നാണ് അത് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് അവശ്യ വസ്തുക്കളാവാം, അതല്ലെങ്കിൽ മറ്റ് കോസ്മെറ്റിക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാകാം. ഇതൊക്കെ ശേഖരിക്കുന്നത് മറ്റൊരു രാജ്യത്തു നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ, അതാണ് റീസപ്ലൈ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്ററായിട്ടാണ്, അല്ലാതെ ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ നാവിക ഒരു പോരാട്ട സമയത്ത് അതിന് ഉപയോഗിക്കാനോ ഒന്നും അല്ല എന്നാണ് പുറത്ത് പറയുന്നതെങ്കിലും അമേരിക്കയെ പോലെ ഒരു സൈനിക ശക്തി ഈ പറയുന്നത് മാത്രമാണോ ചെയ്യുന്നത് എന്ന് വിലയിരുത്താനുള്ള ശേഷിയൊന്നും ബംഗ്ലാദേശിനില്ല. ഒരിക്കൽ അങ്ങോട്ട് കയറാൻ അനുവാദം കൊടുത്താൽ അവിടെ കയറുന്നവൻ ഇഷ്ടമുള്ളത് ചെയ്യും. ഇപ്പം നിങ്ങളുടെ വീട്ടില് നിങ്ങളെക്കാൾ വലിയ കരുത്തനായ, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ സ്വാധീനമുള്ള, ശാരീരികമായിട്ട് നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള ഒരുത്തനെ അവിടെ കയറി താമസിക്കാൻ അനുവദിച്ചാൽ അവൻ അവിടെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല എന്ന് ആദ്യം പറയും. പക്ഷെ കയറി താമസിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ചെയ്താൽ നിങ്ങൾക്ക് തടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പം ഈ ഒരു സ്ഥിതി അവിടെ ഉടനെ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഈ ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ്, അതുപോലെ മത്തർബാരി എന്ന് പറയുന്ന ആ ഒരു പ്രോവിൻസസും അവിടുത്തെ പോർട്ടുകളിലുമൊക്കെയാണ് ഇവരുടെ ആദ്യ കടന്നുകയറ്റം. കാരണം ചിറ്റഗോങ് ആണ് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പോർട്ട്. ധാക്ക കര ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇതൊരു ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ സമയം വെല്ലുവിളിയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ബംഗ്ലാദേശിന്റെ ആയുധങ്ങളിൽ 70% വാങ്ങിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഈ ചൈനീസ് കപ്പലുകൾക്ക് ചിറ്റഗോങ് പോർട്ടിൽ ഇപ്പം തന്നെ ചൈനയ്ക്ക് ചിറ്റഗോങ് പോർട്ടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ചിറ്റഗോങ് പോർട്ടിലേക്ക് അമേരിക്കൻ കപ്പലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനീസ് കപ്പലുകൾ അമേരിക്കൻ കപ്പലുകളെ എന്താ നടക്കുന്നതെന്നും ചാരപ്പണി ചെയ്യും. ഇലക്ട്രോണിക് വാർഫെയർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കും. വല്ലാത്ത പ്രതിസന്ധിയാവും. ഈ ചൈനയ്ക്കൊരു സൂക്കേടുണ്ട്. ചൈനയുടെ കപ്പലുകൾ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ കൊണ്ടിടിക്കും. അതിങ്ങനെ ഉരസി കൊണ്ടുപോകും. നമ്മളിത് റോഡിൽ കൂടെ പോകുമ്പോൾ KSRTC-കാരൻ ചെയ്യുന്ന പോലെ തന്നെ അത്തരം പണികളൊക്കെ ചൈന ചെയ്യും. ചൈനയുടെ പല കപ്പലുകളും ചെറിയ രാജ്യങ്ങൾ, ഇപ്പോൾ ഈ വിയറ്റ്നാം, അതുപോലെ ഇന്തോനേഷ്യ, ഇവരൊക്കെ എപ്പോഴും നിരന്തരം ഈ പരാതി പറയും. ചൈനയുടെ ബോട്ടുകൾ, വലിയ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ട്. അത് ഈ ഫിഷിംഗ് ബോട്ടെന്നാണ് പേരെങ്കിലും അത് മിലിറ്ററിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഫിഷിംഗ് ബോട്ടുകൾ പോയിട്ട് മറ്റവരുടെ കപ്പലിലൊക്കെ കൊണ്ട് ഇടിക്കും. അവർ ഇടിച്ചിട്ട് ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ടാകും. അത് കപ്പൽ നശിപ്പിക്കാനല്ല, മാനസികമായിട്ടൊരു ഭീതി സൃഷ്ടിക്കാനാണ് ചെയ്യുന്നത്. ചൈനയുടെ ഷിപ്പിംഗ് ബോട്ട്, ചൈനയുടെ കൈവശം ആയിരക്കണക്കിന് ഈ ഷിപ്പിംഗ് ബോട്ടുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചെറിയതൊന്നുമല്ല. നമ്മുടെ ഒരു ചെറിയ കപ്പലിൽ അത്രയുള്ള അത്തരം ഒരു 10 എണ്ണം ഒരുമിച്ച് വന്നൊരു പെട്രോളിംഗ് ബോട്ടിനെയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോർവെറ്റിനെയോ ഒക്കെ ആക്രമിക്കും. അപ്പോൾ വെടിവെക്കാൻ പറ്റത്തില്ല. വെടിവെച്ചാൽ പിന്നെ ചൈനയുടെ യഥാർത്ഥ കപ്പലുകൾ, യുദ്ധക്കപ്പൽ തന്നെ വരും.
അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ മറ്റു പല രാജ്യങ്ങളുടെയും നാവികസേന അന്തം വിട്ടു നിൽക്കും. പക്ഷെ അമേരിക്ക അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തന്ത്രം അമേരിക്കയുടെ നേരെ പ്രയോഗിക്കാൻ നോക്കും. അമേരിക്ക കടുത്ത തിരിച്ചടി കൊടുക്കും. ആകെ അലങ്കോലമാകും. ഇതിൽ ബംഗ്ലാദേശിനെ അമേരിക്ക പ്രലോഭിപ്പിക്കുന്നത് ഈ കരാറിൽ ഒപ്പിട്ടാൽ ബംഗ്ലാദേശിന്റെ കയറ്റുമതി എന്ന് പറയുന്നത് തുണിത്തരങ്ങളാണ്, ഗാർമെന്റ്സ്. അതാണ് അവരെ നിലനിർത്തുന്നത്. ഈ ഗാർമെന്റ് എക്സ്പോർട്ടിന്റെ ഇറക്കുമതി തീരുവ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ കുറയ്ക്കാം. എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല. ബംഗ്ലാദേശുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടാം. ഇങ്ങനെ 2 വാഗ്ദാനങ്ങളാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിനും അമേരിക്കയും തമ്മിലുള്ള ഭാവി ബന്ധം, കച്ചവട ബന്ധം ഈ കരാറിനെ ആശ്രയിച്ചിരിക്കുക ആണെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിന് കരാറിൽ ഒപ്പിടാതെ പിരിഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇത് വരുമ്പോഴത്തേക്കുള്ളൊരു വലിയൊരു പ്രതിസന്ധി ഇത് ഇന്ത്യക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ബംഗാൾ ഉൾക്കടൽ താരതമ്യേന ശാന്തമായ ഒരു പ്രദേശമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇന്ത്യക്ക് പെട്രോളിങ്ങിലും ഇൻ്റലിജൻസിലും ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങിലും സർവൈലൻസിലും ഒക്കെ തന്നെ വലിയൊരു ശ്രദ്ധയില്ലെങ്കിലും അവിടെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇനിയും അങ്ങനല്ല. സദാ ഇന്ത്യ ജാഗരൂകമായിരിക്കണം. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല നാവിക കേന്ദ്രങ്ങളും ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ് ഇപ്പോഴും. ഉദാഹരണത്തിന് നമ്മുടെ ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ മുഴുവൻ കിഴക്കൻ തീരത്താണ്. അത് ഭൂമിക്കടിയിലുള്ള ചില പർവ്വതങ്ങളിലേക്കുള്ള ഗർത്തങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അമേരിക്കയുടെ റഡാർ വഹിക്കുന്ന കപ്പലുകൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനും ഒക്കെ അപ്പുറത്ത് പോകുന്ന ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകൾ, അത് മിലിറ്ററി കപ്പലുകൾ പോകാൻ പാടില്ലെന്നാണ്. പക്ഷേ എങ്കിലും അതൊക്കെ അത്ര കൃത്യമായിട്ട് പലപ്പോഴും പരിപാലിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അമേരിക്കയുടെ ധാരാളം കപ്പലുകൾ ചരക്ക് കപ്പലെന്ന വ്യാജേന അതുവഴി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ തന്നെ ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് സംവിധാനങ്ങളുണ്ടാവും. ഇതൊക്കെ സർവൈലൻസ് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. എന്തുകൊണ്ടായിരിക്കണം പെട്ടെന്ന് അമേരിക്ക, ചൈനയെ പോലെ തന്നെ അമേരിക്കയും ഇന്ത്യക്ക് ഈ ബംഗാൾ ഉൾക്കടലിനെ ലക്ഷ്യം വെച്ച് വന്നത്? ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിസൈൽ പരീക്ഷണങ്ങളൊക്കെ തന്നെ ബംഗാൾ ഉൾക്കടലിലാണ്. നമുക്കറിയാം, ഈ മാസം തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് ഇന്ത്യ അതിപ്രധാനമായ 4 പരീക്ഷണങ്ങൾ നടത്തി. ഇതൊക്കെ പഴയ മിസൈൽ ചുമ്മാതെ വീണ്ടും വിടുകയല്ല, എല്ലാം പുതിയ ടെക്നോളജിയാണ്. ആദ്യത്തേത് ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ. 1500 കിലോമീറ്റർ ദൂരമുള്ള കപ്പലുകളെ തകർക്കാനുള്ള, വിമാനവാഹിനി കപ്പലുകളെ പോലും തകർക്കാൻ പറ്റുന്ന ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വിജയകരമായ പരീക്ഷണം നടത്തി. അതിനുശേഷം നമ്മൾ ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ പരീക്ഷണം നടത്തി. അത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ എഞ്ചിനാണ്. അതിനുശേഷം ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ടാണ് നമ്മൾ അഗ്നി മോഡിഫൈഡ് അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ പരീക്ഷണം നടത്തി. ഈ അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ എന്ന് പറയുന്നത് അതിന് 10,000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ന്യായം നമ്മളൊരു ചർച്ചയിലൂടെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമ്മളത് പറഞ്ഞിരുന്നു. അത് MIRV ടെക്നോളജി ആദ്യം തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾസ് 8ഓളം MIRV ഫോർമുലകൾ ഘടിപ്പിച്ച മിസൈൽ തന്നെയായിരുന്നു. ഇനി അടുത്തത് നമ്മൾ K5 ഒരു പോപ്പപ്പ് ടെസ്റ്റ് നടത്തി. K5 എന്നത് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പം ഇത് തുടർച്ചയായി ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് തുല്യമായ ടെക്നോളജികൾ. ശരിക്കും പറഞ്ഞാൽ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആൻറ്റി ഷിപ്പ് ക്രൂയിസ് ഹൈപ്പർസോണിക് മിസൈൽ അമേരിക്കയ്ക്കില്ല. അപ്പോൾ അമേരിക്ക ഇന്ത്യയെ വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ബംഗാൾ ഉൾക്കടലിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് ചൈനയോടൊപ്പം അമേരിക്കയും കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി അമേരിക്കയ്ക്ക് ഇന്ത്യയെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
ഇന്ത്യയുടെ കിഴക്കൻ തീരത്തും ബംഗ്ലാദേശിലുമുള്ള അമേരിക്കയുടെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ത്യ സർവൈലൻസ് ഒരു മുഖ്യ ഘടകമാണ്. അത് ബംഗ്ലാദേശിനെ ഒരു താവളമാക്കി മാറ്റുകയാണ്. ഇത് ബംഗാൾ ഉൾക്കടലിൽ വലിയൊരു ശാക്തിക സംഘർഷം, പവർ ക്ലാഷ് അവിടെ ഉണ്ടാകും, പവർ പ്ലേ ഉണ്ടാകും. ഇത് മൊത്തത്തിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് വളരെയധികം ജാഗ്രത ഇന്ത്യക്ക് ഈ മേഖലയിൽ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതായത് ബംഗാൾ ഉൾക്കടലിൽ ഈ ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള സെന്റ് മാർട്ടിൻസ് ഐലൻഡ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കാൻ താൻ സമ്മതിക്കാതിരുന്നുകൊണ്ടാണ് തനിക്കെതിരെ ബംഗ്ലാദേശിൽ CIA അട്ടിമറി നടത്തിയതെന്ന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രസ്താവിച്ചിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ പോലും പലരും അത് വിശ്വസിക്കാൻ തയ്യാറായി. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഹസീന പറഞ്ഞതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അമേരിക്കയ്ക്ക് നിശ്ചയമായിട്ടും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ ഒന്നുകിൽ സ്വതന്ത്രമായ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ബംഗ്ലാദേശിൻ്റെ തുറമുഖങ്ങളിൽ ഒന്ന് അവർക്ക് നിയന്ത്രിക്കണം, ബംഗ്ലാദേശിൻ്റെ ദ്വീപുകളെങ്കിലും നിയന്ത്രിക്കണം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ തുറമുഖത്തും പോർട്ടിലും അവരുടെ ഒരു സാന്നിധ്യം വേണം. ഈ ലക്ഷ്യം അമേരിക്ക യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് നേരെയല്ല. അമേരിക്ക യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്ന ഇന്ത്യയെ തന്നെ. ഈ ഏറ്റവും ഒടുവിലത്തെ ബംഗ്ലാദേശ് അമേരിക്ക കരാർ അത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ള കരാർ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ സ്ഥിതി. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ സംഭവ വികാസങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.